അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇതാണ് കോൺഗ്രസിന്റെ ആവശ്യം. CPIM മാപ്പ് പറയണം. നോക്കൂ, CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഓരോ നേതാക്കളും വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ MV ജയരാജന്റെ പ്രതികരണവും MV ഗോവിന്ദന്റെ പ്രതികരണവും രണ്ട് രൂപത്തിൽ ഈ വിഷയത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ലതിക ഈ പോസ്റ്റ് ഷെയർ ചെയ്തത് അബദ്ധമായി പോയി എന്നാണ് KK ശൈലജ നേരത്തെ പറഞ്ഞത്, MV ജയരാജൻ ഇന്ന് ആവർത്തിച്ചു പറഞ്ഞത്. പക്ഷേ ലതിക ഈ അപകടം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ആളുകൾ പലതും ഈ തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന എന്തും ഷെയർ ചെയ്യുമ്പോൾ അത് ആ പോസ്റ്റ് ഷെയർ ചെയ്യേണ്ട ഉദ്ദേശം ഇതായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എത്ര കേസുകൾ, എത്ര ആളുകൾക്കെതിരെ ഇതിനകം എടുത്തിരിക്കുന്നു? അഡ്വക്കേറ്റ് അരുൺകുമാർ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രളയകാലത്തും അതിനുശേഷം കോവിഡ് കാലത്തുമെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു മന്ത്രിയെ ഈ നാട് ടീച്ചറമ്മ എന്ന് സ്നേഹത്തോടെ വിളിച്ച ആ വിളിയെ വരെ വളരെ വക്രീകരിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ നുണപ്രചരണം നടത്തിയ നിരവധി ഉദാഹരണങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ശ്രീ ശൈലജ ടീച്ചറാണ് സ്ഥാനാർത്ഥി എന്ന വിവരം പുറത്തു വന്നതിന് ശേഷം പ്രത്യേകിച്ച് UDF-ന്റെ പ്രൊഫൈലുകളിൽ നിന്നെല്ലാം നിരന്തരമായിട്ടുള്ള പ്രചരണം നടന്നതും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതും നാം കാണുകയാണ്. അതോടൊപ്പം തന്നെ പറയാത്ത കാര്യങ്ങൾ, ഒരു തരത്തിലും ആ ടീച്ചറുമായിട്ട് പുലബന്ധമല്ലും ഇല്ലാത്ത നിരവധി സാഹചര്യങ്ങളിൽ ടീച്ചറുമായി ബന്ധപ്പെടുത്തി അത് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായി 17ഓളം കേസുകളാണ് പ്രചരിപ്പിച്ചത്. ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറായ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ അരുൺകുമാറിനോട് ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ വരെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അത് പ്രത്യേകമായി കട്ട് ചെയ്ത് പ്രചരിപ്പിച്ച് ദിവസങ്ങളോളം സോഷ്യൽ മീഡിയയിലൂടെ ഓടിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചു എന്ന് ടീച്ചർ പറഞ്ഞു എന്ന രൂപത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSS നിലപാടാണ് ടീച്ചർക്കുള്ളത് എന്ന രൂപത്തിൽ ചില വീഡിയോ വക്രീകരിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചു. കാന്തപുരം ശ്രീ AP അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് ടീച്ചർ ബോംബമ്മ എന്ന രൂപത്തിലൊക്കെ ചിത്രീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ ടീച്ചറിനൊപ്പം നിൽക്കുന്നു എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ ടീച്ചറിനൊപ്പം നിന്നത് മറ്റൊരു ചെറുപ്പക്കാരനാണ്. അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങളുണ്ടായി. 17ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം. ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഒന്ന്, അവിടുത്തെ LDF-ന്റെ നേതാവ് കൺവീനർ കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കേസ്. അതിനുശേഷം ഈ കേസിലെ പ്രതിയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ആൾ കൊടുത്ത കേസും കൃത്യമായി രണ്ടാമത്തെ കേസായിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന്റെ അന്വേഷണം നടന്ന് മുന്നോട്ട് പോകുന്നു. അല്ല, അങ്ങനെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ കൂടി നടന്നല്ലോ അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. അതിന്റെ ഓർഡറിൽ പറഞ്ഞു പോകൂ. അന്വേഷണം നല്ല രീതിയിൽ അന്വേഷണമേ നടക്കാത്തതുകൊണ്ട് കാസിം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം നടക്കുന്നത്. അതെന്താണ് പറയാത്തത്? ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല അന്വേഷണം നടക്കുന്നത്. ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ കൃത്യമായി 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ FIR-ഉം FIS-ഉം അടക്കം ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും പീരിയോഡിക്കൽ റിപ്പോർട്ട് അതാത് കോടതിയിൽ കൊടുത്ത് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ അന്വേഷണം പോരാ, കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിലെ പ്രതി തന്നെ ഹൈക്കോടതി സമീപിച്ചു. ഹൈക്കോടതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്റേതല്ലാത്ത നമ്പറിൽ തന്റെ പേര് പറഞ്ഞു ഉയർന്ന ആരോപണം, അത് CPM അതിന്റെ പേരിൽ പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസിം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അതിന്മേൽ അനക്കമില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. പിന്നീട് കോടതി ഇതിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾക്ക് വേഗം വെച്ചത്. അഡ്വക്കേറ്റ് അരുൺകുമാറിന് അത് അറിയാഞ്ഞിട്ടാണോ? അതിൽ തന്നെ ഈ ആരോപണം വരുമ്പോൾ കാസിമിനെ പ്രതിസ്ഥാനത്താണ് ചേർക്കുന്നത്. ഇപ്പോൾ റിബേഷിനെ, DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിനെ സാക്ഷിയായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഏത് പാർട്ടി എന്നതിനനുസരിച്ചിരിക്കും നിങ്ങൾ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ. ഇതിപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ പോലീസാണല്ലോ. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ വന്നിരിക്കുന്ന പോലീസ് അന്വേഷണമാണല്ലോ. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ്. അങ്ങ് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈം നമ്പർ 410/2014 ഓഫ് വടകര പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തു ആദ്യത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ. അതിൽ 2 സെക്ഷൻ പ്രധാനമായിട്ടും കോട്ട് ചെയ്തു. അതിനുശേഷം ഈ കേസിലെ പ്രതിയാക്കപ്പെട്ട വ്യക്തി, കൃത്യമായി പറഞ്ഞാൽ മുഹമ്മദ് കാസിം കൊടുത്ത പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 411/2024 ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 153 ഓഫ് IPC രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടല്ല കേസ് രജിസ്റ്റർ ചെയ്തത്.
കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൽ FIR ഉണ്ട്, അതിന്റെ റിപ്പോർട്ട് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ പോയിട്ടുണ്ട്, അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഗൾ കോടതിയെ സമീപിക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ സമീപിക്കുമ്പോൾ കാസിം പോലീസ് സ്റ്റേഷനെ പോലീസുകാരെ അന്വേഷണ ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, പക്ഷേ അതിപ്പോൾ പുറത്തു പറയാൻ പറ്റില്ല, തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന രൂപത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കാസിമിനോട് പറഞ്ഞു എന്നാണ് കാസിം പറയുന്നത്. അന്വേഷണം അപ്പോൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ അന്വേഷണം നന്നായി പോകുമെങ്കിൽ പിന്നെ എന്തിന് ഹൈക്കോടതിയെ സമീപിക്കണം അരുൺ? നിങ്ങൾ ഓരോ വാചകത്തിനും ഇടപെടരുത്. നിങ്ങൾ എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, ഉത്തരം പറയാൻ ഞാൻ തയ്യാറാണ്. ഒരു ചർച്ചയുടെ ഭാഗമായി സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ വന്നിരിക്കുമ്പോൾ ഈ ചർച്ചയുടെ ക്രെഡിബിലിറ്റി തന്നെ തകർക്കുന്ന തരത്തിൽ ഇടപെടരുത് ഞാൻ ദയവായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഹൈക്കോടതി ഒരു തരത്തിലും ഇന്ന രീതിയിൽ അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള ഇൻവെസ്റ്റിഗേഷന്റെ സാഹചര്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫയൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് 4 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 12/8/2024 അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് ഫൈൽഡ് ബൈ ദ ഫോർത്ത് റെസ്പോണ്ടന്റ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വടകര പോലീസ് സ്റ്റേഷൻ വടകര കോഴിക്കോട് ആസ് ഡയറക്ടഡ് ബൈ ദി ഹോണറബിൾ ഹൈക്കോർട്ട് ഓൺ 12/8/2024. ഒരു സ്റ്റേറ്റ്മെന്റ് നിലവിലുള്ള അന്വേഷണത്തിന്റെ തോത് വ്യക്തമാക്കി ഫയൽ ചെയ്യണമെന്ന് കോടതി പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അത് ചെയ്യും. അത് ചെയ്തപ്പോഴാണല്ലോ ഇപ്പൊ 2-3 ദിവസമായി ലൈവ് ചർച്ച നടക്കുന്നത്. ഏതെങ്കിലും ചാനലുകൾ പുറത്തു കൊണ്ടുവന്ന വിവരമാണോ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റിലുള്ളത്? പോലീസിന്റെ സ്റ്റേറ്റ്മെന്റിലുള്ളത് പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളാണ്. അതൊന്ന് വായിക്കൂ, ആ കണ്ടെത്തലുകൾ കൂടി ഒന്ന് വായിച്ചോളൂ. ഞാൻ പറയാം. ഇതിൽ 25ഓളം പ്രധാനപ്പെട്ട സാക്ഷികളെ കണ്ടെത്തി സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു. ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തപ്പോൾ ആരൊക്കെയാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് പോലീസിന് ഒരു ഐഡിയ കിട്ടി. അതെല്ലാം ഇതിന്റെ 161 സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ആരാണ് സൃഷ്ടിച്ചത്? ഏറ്റവും ആദ്യം ഹാൻഡിലുകളുടെ പേര് കൂടി പറയൂ. ഏത് ഹാൻഡിലായാലും എന്താണ്? ഏത് ഹാൻഡിലായാലും ആ ഹാൻഡിലിന്റെ വിവരം കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് എന്നുള്ളത് താങ്കൾ ഇത്ര വലിയ അഭിമാനപൂർവ്വം പറയേണ്ട. പോലീസ് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുമെന്നേ കോടതി ചോദിച്ചാൽ കൊടുക്കേണ്ടി വരുമല്ലോ. ഏത് ഹാൻഡിലുകളാണെന്ന് താങ്കൾക്ക് എന്താണ് പറയാൻ പറ്റാത്തത്? അതൊന്നും പാർട്ടിയുടെ അല്ലല്ല, ഇവിടെയുള്ള പ്രൊഫൈലുകളെല്ലാം CPM-ന്റേതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒന്നും നടത്തണ്ട. CPM-ന്റേതല്ലാത്ത ഹാൻഡിലുകൾ വന്ന കാര്യമാണോ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് എടുത്ത് ഷെയർ ചെയ്തത്, ബ്ലോക്ക് പ്രസിഡന്റ് എടുത്ത് ഷെയർ ചെയ്യുന്നത് ആണോ? അത്രയാണോ ഉത്തരവാദിത്തം? അത്രയാണോ ഉത്തരവാദിത്തം? ഏതെങ്കിലും ഒരു പറയട്ടെ അല്ല, നിങ്ങൾ പറയാൻ അനുവദിക്കൂ. ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചാൽ ഇത്തരത്തിൽ ഈ നാടിന് വലിയ തരത്തിൽ ദൂരവ്യാപകമായിട്ട് ഫലമുണ്ടാക്കുന്ന, നാടിന്റെ മതമൈത്രി തകർക്കുന്ന ഇത്തരം സാഹചര്യങ്ങളും പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിയും, സാഹചര്യം മാറും, ഇത് സമൂഹത്തിൽ വിള്ളലുണ്ടാകും എന്ന സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള പ്രചരണം അത് പല ഈ പ്രളയ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ചാനൽ ഇതിൽ നിൽക്കൂ. റിബേഷ് അത് ഷെയർ ചെയ്യുമ്പോഴും അത് പോരാളി ഷാജി ഷെയർ ചെയ്യുമ്പോഴുമുള്ള വ്യത്യാസമൊന്ന് താങ്കൾ വിശദീകരിച്ചാൽ മതി. അല്ല, ഞാൻ പറയാം. ഞാൻ എന്ത് വിശദീകരിക്കുന്നത് താങ്കളല്ല തീരുമാനിക്കുന്നത്. ഞാൻ പറയട്ടെ, എന്റെ സമയമാണല്ലോ. അതായത് ഇവിടെ തെറ്റായിട്ടുള്ള പ്രചരണം പലതും വരും. ഇനി ആരും കുടുക്ക പൊട്ടിക്കില്ല, ഇനി ആരും ആടിനെ ഉമ്മമാർ വിൽക്കില്ല എന്ന് പറഞ്ഞ് ചില പ്രധാനപ്പെട്ട ചാനലുകൾ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരിപ്പിച്ചു. ഇത് എല്ലാ വിഭാഗം ആളുകളും എടുത്തു പ്രചരിപ്പിച്ചു. എന്താണ്? ഇത്തരത്തിലുള്ള സന്ദേശം സമൂഹത്തിൽ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രളയകാലത്ത് അല്ലെങ്കിൽ ഒരു ദുരന്ത കാലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്താൻ പാടില്ല എന്ന് കാണിക്കുന്ന സന്ദേശങ്ങൾ വരുന്നു. അതുപോലെ സമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന ഒരു പോസ്റ്റ് ഒരാൾ നടത്തിയാൽ അത് അത്തരത്തിൽ പ്രചരിപ്പിക്കുകയല്ല, അത്തരത്തിലുള്ള സന്ദേശം സമൂഹത്തിന് ദോഷമുണ്ടാക്കും എന്ന രൂപത്തിൽ ഇങ്ങനെയും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും ഇത് ആവശ്യമാണോ എന്ന ചോദിച്ചുകൊണ്ടുമെല്ലാം പ്രചരിക്കുന്ന സാധ്യതയും വരും. ഇത് അന്വേഷിക്കട്ടെ പോലീസ്. ഏറ്റവും ആദ്യം ഇത് റിബേഷ് ഷെയർ ചെയ്തതിലും പോരാളി ഷാജി ഷെയർ ചെയ്തതിലും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വിശദീകരിക്കൂ. അല്ല, അത് വ്യത്യാസം അവരോട് ചോദിക്കണം. ഞാൻ പോരാളി ഷാജിയുടെ പ്രതിനിധി ആയിട്ടോ മറ്റേതെങ്കിലും ഗ്രൂപ്പിന്റെ പ്രതിനിധി ആയിട്ടല്ല വന്നിരിക്കുന്നത്. റിബേഷ് നിങ്ങളുടെ പ്രതിനിധിയാണല്ലോ അല്ലേ?
റിബേഷ് ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. ഞാൻ സൂചിപ്പിക്കാം, റിബേഷ് ഇത് ഷെയർ ചെയ്തു. റിബേഷ് ഷെയർ ചെയ്തു എന്നല്ല, റിബേഷ് പോസ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ടിലുള്ളത്. റിബേഷ് പോസ്റ്റ് ചെയ്യുന്നു. പോരാളി ഷാജി, വേറെയുമുണ്ടല്ലോ ഒരുപാട് ഹാൻഡിലുകൾ, റെഡ് വോളണ്ടിയർ തുടങ്ങിയ, റെഡ് എൻകൗണ്ടേഴ്സ് തുടങ്ങിയ ഒരുപാട് ഹാൻഡിലുകൾ. ഈ ഹാൻഡിലുകളൊന്നും CPM-മായി ബന്ധമുള്ളതല്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അത് ശരിയാണ്, CPM-നുമായി ബന്ധമുള്ളതല്ല എന്ന് പറയാം. പക്ഷേ CPM-നെ പുകഴ്ത്തി പോസ്റ്റ് ഇടുന്ന ഘട്ടത്തിൽ അങ്ങനെ നിങ്ങൾ പറയില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവരെ ഉപയോഗിക്കാം, ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അപകടം വരുത്തുന്ന ഘട്ടങ്ങളിൽ തള്ളി പറയാം. ഈ രൂപത്തിലാണോ ഈ ഹാൻഡിലുകളുള്ളത്? അല്ലെങ്കിൽ ഈ ഹാൻഡിലുകൾക്ക് പിന്നിലുള്ള ആരാണെന്ന് കണ്ടെത്താനുള്ള ചങ്കുറ്റം വേണം. അങ്ങനെ ഒരു കണ്ടെത്തലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? എന്തുകൊണ്ട് ഇതിന്റെ ഉറവിടം തനിക്ക് എവിടെ നിന്ന് ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് കിട്ടി എന്ന് റിബേഷ് പറയുന്നില്ല? അരുൺ, അവിടെയാണ് പ്രശ്നം. റിബേഷ് അത് ഇതുവരെ പറയുന്നില്ല. അങ്ങനെ എവിടെയാണെന്ന് ഓർമ്മയില്ലാത്തൊരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു നേതാവ് ഷെയർ ചെയ്യാമോ? അരുൺ ഷെയർ ചെയ്യുമോ? അരുൺ പറയൂ. അരുൺ ഇങ്ങനെ ഒരു പോസ്റ്റ് കിട്ടിയാൽ ഉടനെ ഷെയർ ചെയ്യുമോ? അങ്ങനെ ആലോചിക്കാതെ ചെയ്യരുതെന്ന് MV ജയരാജൻ പറയുന്നു. ഞാൻ പറയുന്നത് വിടൂ, മാധ്യമങ്ങൾ പറയുന്നത് വിടൂ. MV ജയരാജൻ പറയുന്നു അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിശൂന്യതയായി പോയിന്ന് MV ജയരാജൻ പറയുന്നു. KK ശൈലജ പറയുന്നു. ലതിക ചെയ്തത് അന്ന് തന്നെ പറഞ്ഞു ചെയ്യരുതായിരുന്നു എന്ന്. അതെന്താണ് MV ഗോവിന്ദന് മനസ്സിലാകാത്തത്? MV ഗോവിന്ദൻ എന്തിനാണ് വാർത്താ സമ്മേളനത്തിൽ ലതികയെ ന്യായീകരിക്കുന്നത്? ഒരു വ്യക്തി അവരവരുടെ പേജിലോ അവരുടെ വാട്സപ്പ് അക്കൗണ്ടിലോ മറ്റു തരത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റിന്റെ ആധികാരികത ആ വ്യക്തിക്ക് തന്നെയായിരിക്കും. കാരണം അത് കിട്ടുന്ന സോഴ്സും മറ്റു കാര്യങ്ങളുമല്ല. ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിരവധി പോസ്റ്റുകളുണ്ട്. നിരവധി വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും. അത് ആരൊക്കെയാണ് ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്തത് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. കാരണം നമ്മൾ ശരിക്കും ഗാലറി എടുത്ത് നോക്കുമ്പോഴായിരിക്കും പലതും കാണാൻ കഴിയുക. അപ്പോ അവർ പോസ്റ്റ് ചെയ്തതിന്റെ ഒരു ആധികാരികതയും മറ്റു കാര്യങ്ങളും അവരവർ തന്നെ അതിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. അതിൽ വേറെ നിലപാട് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അത് സമൂഹത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പ്രചരിക്കുന്നുണ്ട്. വർഗീയ ധ്രുവീകരണത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് കഴിയും അന്തരീക്ഷം മാറും എന്ന ബോധ്യത്തോടെ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഇവർ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് കണ്ടെത്താൻ കഴിയുമോ? ഇപ്പൊ പോലീസ് ഇഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഹൈക്കോടതി തന്നെ അതിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ റെഫർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തു. ഇത് രണ്ടാം പ്രതി മെറ്റയാണ്, ഫേസ്ബുക്ക് ആണ്. അവർ കണ്ടുപിടിക്കാലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാങ്കേതിക തികവ് വെച്ച് ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്ത് ആരാണെന്ന് കണ്ടെത്താൻ കഴിയും. വിവരങ്ങൾ വരട്ടെ. ഈ ഇൻവെസ്റ്റിഗേഷനെ CPM സ്വാഗതം ചെയ്യുന്നു. ഏതെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വന്നു, ഏതെങ്കിലും പ്രൊഫൈലിൽ വന്നു എന്ന് വെച്ചിട്ട് അതിന്റെ ആധികാരികത മുഴുവൻ CPM-നാണ്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഏതെങ്കിലും ഗ്രൂപ്പുകൾ അത് CPM-മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ നാവാകുന്ന ഹാൻഡിലുകൾ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം, വേണ്ട അവസരത്തിൽ തള്ളിക്കളയാം. പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അത് ഷെയർ ചെയ്തു എന്നിടത്ത് അത് ശരിയാണോ എന്ന ചോദ്യം ഉയരുന്നിടത്ത് കൃത്യമായ മറുപടിയാണ് വേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.